ടു അവർ ഫാമിലി. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്ത ഒരു വീഡിയോസും ഞാൻ ഇട്ടിട്ടില്ല. അത് ഇടാനൊട്ട നേരവും നമുക്കില്ല. പക്ഷേ കിട്ടുന്ന സമയം കിട്ടുന്ന ഇച്ചിരി സമയങ്ങളിലൊക്കെ ഞാൻ ബിഗ് ബോസ് ഇരുന്ന് കാണാറുണ്ട്. സ്വാഭാവികമായിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസ് ഞാൻ കാണാതിരിക്കത്തില്ല. ഇച്ചിരി യൂട്യൂബിലൊക്കെ വരുന്ന ഷോർട്സും അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ എപ്പിസോഡൊക്കെ കട്ട് ചെയ്തിടുമല്ലോ. അപ്പോൾ കുറച്ച് എപ്പിസോഡൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു രീതിയിൽ എനിക്ക് ആരൊക്കെ ഉറപ്പായിട്ട് ടോപ്പ് 5 വരുമെന്ന് എനിക്ക് വിലയിരുത്തി ഞാൻ മനസ്സിലാക്കിയതും എന്താ പറയുക, ഉറപ്പായിട്ട് അനീഷേട്ടൻ വരും, ഷാനവാസിക്ക വരും, അനുമോള്, പിന്നെ ആരാ, അക്ബർ എന്ന് പറഞ്ഞാൽ, പിന്നെ നൂറ, ആദിലാൽ, നൂറ, അവരൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നല്ലൊരു എൻ്റർടൈനറാണ് നെവിൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഓരോരുത്തരുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മളിങ്ങനെ ഇതുപോലെ ബിഗ് ബോസ് കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഇതിൽ ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് ഈ ഷോർട്സും അതായത് ഫുൾ എപ്പിസോഡ് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് കട്ട് എപ്പിസോഡൊക്കെ കാണുന്നതെല്ലാം എനിക്ക് ഞാൻ വിലയിരുത്തിയ അതായത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് വെച്ച് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കേ.